മീൻ വാങ്ങിച്ചുകൊണ്ട് വന്ന സ്ഥിതിക്ക് ഞാനത് കയ്യോടെ തന്നെ കറി വയ്ക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഈ 2 മീനാണേ. അതിൽ ഒരു മീൻ എന്തോ ഒരു വശപ്പശകുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് ഞാൻ വാങ്ങിച്ചത് ഔറാത്തായിരുന്നു. ഇത് നല്ല ഫ്രഷ് ആയിരുന്നു. അതുപോലെ തന്നെ ഇത് ബാർബിക്യൂ ചെയ്യാനും പിന്നെ ഫ്രൈ ചെയ്യാനും ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള മീനും കൂടെയാണ് കേട്ടോ. പിന്നെ ഞാൻ ചോറിന് അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കപ്പ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് മീൻ കട്ട് ചെയ്യാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ മീനിനാണ് എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയത്. സംഭവം വന്നിട്ട് എനിക്ക് തോന്നിയത് കേടാണെന്ന് തോന്നുന്നു. ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് സംഭവം ആകെ കേടായത് തന്നെയാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്തപ്പോഴത്തേക്കും അത് പിണ്ണാക്ക് കണക്ക് ആയിപ്പോയി കേട്ടോ. പിന്നെ എനിക്കത് കറിക്ക് എടുക്കാനായിട്ട് തോന്നിയില്ല. എന്തിനാ വെറുതെ റിസ്ക് വരുത്തി വെക്കുന്നത്, അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഈ മീൻ വന്നിട്ട് അത്യാവശ്യം നല്ലതായിരുന്നു, അതുകൊണ്ട് അത് മാത്രം ഞാൻ കറി വയ്ക്കാനായിട്ട് എടുത്തായിരുന്നു. പിന്നെ മറ്റേ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി കട്ടിയുള്ള മീനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ എൻ്റെ കത്തിക്ക് ഒട്ടും മൂർച്ചയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഇത്തിരി മൂർച്ചയൊക്കെ കൂട്ടി ഞാൻ അതിനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ മീൻ കറി വയ്ക്കാൻ പോകുന്നത് നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈലിലാണ് കേട്ടോ മീൻ വയ്ക്കുന്നത്. തേങ്ങ അരച്ച് മല്ലിയും മുളകും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് അതുപോലെ തന്നെ പുളിയും സവാളയും തക്കാളിയും കൂടെ ഇടും കേട്ടോ. തക്കാളി ഇല്ലായിരുന്നു, അത് ഇത്ര ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കും കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഉലുവാപ്പൊടിയും 2 കുടംപുളിയൊക്കെ ഇട്ട് കറിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കപ്പയും വെച്ചു കേട്ടോ വെള്ളത്തിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ബ്രൊക്കോളി ഉണ്ടായിരുന്നു, അതെടുത്ത് തോരൻ വയ്ക്കാമെന്ന് വെച്ചു കേട്ടോ. എനിക്ക് ബ്രൊക്കോളി തോരൻ വെച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതും സെറ്റ് ചെയ്ത് മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാല എല്ലാം പുരട്ടി അടുക്കളയെല്ലാം നല്ല വൃത്തിയായി ക്ലീൻ ചെയ്ത് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ബൈ.